എല്ലാവർക്കും ലെച്ചൂസ് കുക്കിംഗ് ഗൈഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പമാണ്. ചക്ക കൊണ്ടുള്ള ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കുന്നത്. 2 കപ്പ് വറുത്ത അരിപ്പൊടി ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. ജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും 1/4 ടീസ്പൂൺ ചുക്കിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചക്കയാണ്. കുരു കളഞ്ഞെടുത്ത പഴച്ചക്കയാണിത്. 1 കപ്പ് ഉണ്ട്. നല്ല പഴുത്ത വരിക്ക ചക്കയാണെങ്കിൽ അതായാലും മതി. ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കാം. ചക്ക നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്രൈ ചെയ്ത നാളികേരക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. ചൂടായ പാനിൽ 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് നാളികേരക്കൊത്തിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണിത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. 1 കപ്പ് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യാം. വെള്ളത്തിൻ്റെ അളവ് പൊടിയുടെ വറവിനനുസരിച്ചിട്ട് വ്യത്യാസം വരും കേട്ടോ. മാവ് ഇപ്പോഴും നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. മാവ് ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് ഇരിക്കേണ്ടത്. ഇനി നമുക്കിത് 1 മണിക്കൂറിന് ശേഷം ചുട്ടെടുക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എപ്പോൾ വേണമെങ്കിലും ചുട്ടെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 മണിക്കൂറിന് ശേഷമാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ കുറച്ച് നെയ്യും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം. നെയ്യിൻ്റെ അളവ് കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഉണ്ണിയപ്പം കുറച്ചും കൂടി നന്നായിട്ടിരിക്കും. മാവ് കുറച്ച് നേരം ഇരുന്നപ്പോൾ ഒന്നും കൂടി തിക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഓരോ കുഴികളിലായിട്ടും ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഫ്ലെയിം കുറച്ച് വെക്കണം. ഉണ്ണിയപ്പത്തിന് നല്ല കളർ കിട്ടാനും ഉള്ളൊക്കെ നന്നായിട്ട് വേവാനും വേണ്ടിയിട്ടാണ് ഫ്ലെയിം കുറച്ച് വെക്കുന്നത്. ഒരു പുറം വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എടുത്ത് മാറ്റാം. ബാക്കിയുള്ള മാവും ഇതുപോലെ ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന വളരെ ടേസ്റ്റിയായ നമ്മുടെ ചക്ക ഉണ്ണിയപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.